ആകെ ഏക്കർ 26. 3-4 ഏക്കറോളം പാടവും കുളമായിട്ട് വേറെയും. അതിൽ 10 ഏക്കർ ഹരിദാസനുള്ളതാണ്. ബാക്കി വരുന്ന 10 ഏക്കർ സ്ഥലവും പുരയിടവും മരിച്ച കൃഷ്ണുണ്ണിയുടെ പേരിലുള്ളതാ. അവരുടെ കാലശേഷം ബാക്കി ഈ 4 ഏക്കർ പാടവും പുരയിടവും എല്ലാം ഉണ്ണിമായ്ക്കാം. കഴിഞ്ഞു. ഉണ്ണിമായയുടെ പേരിലുള്ള പ്രമാണങ്ങളെല്ലാം എഴുതി തുടങ്ങിക്കോട്ടെ. എല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സാവിത്രി ഈ നിലയിൽ കിടക്കുമ്പോ അവരുടെ നിർബന്ധം കൊണ്ടാ അളന്ന് തിട്ടപ്പെടുത്താന്ന് വച്ചത്. ഒറ്റ മകനല്ലേ കൃഷ്ണുണ്ണി, അയാളുടെ വേളിയല്ലേ ഉണ്ണിമായ ഈ പറഞ്ഞേ. ഒക്കെ വിധി. വേളി കഴിഞ്ഞ അന്ന് എന്നെ മരിക്കാന്ന് വെച്ചാ. അവരിപ്പോ എവിടെയുണ്ട്? ഇപ്പൊ ഏതോ സ്കൂളിലെ ടീച്ചറാത്രേ. എത്രയായി? 50 റുപ്യ. ശരി. ടീച്ചർമാര് താമസിക്കുന്ന വീടല്ലേ ഇത്? അതെ. എവിടുന്നാ? ഉണ്ണിമായെ ഒന്ന് കാണണം. ആരാ? ആരെന്ന് പറയണം? മനക്കൽ തറവാട്ടിന്ന് പറഞ്ഞാ മതി. ഉണ്ണിമായക്കറിയാം. കരുതിയില്ലേ? നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ അവിടെ നിന്ന് നടത്തുന്നത്. മനക്കൽ ഇപ്പോ സാവിത്രി മാത്രമായിരിക്കുന്നു. അമ്മയ്ക്കിപ്പോ തീരെ വയ്യാണ്ടായി കിടപ്പില്ല. കുട്ടിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതാ ഞാൻ വന്നത്. വാശിയും വൈരാഗ്യം ഒന്നും അവർക്കില്ലായിരുന്നു പണ്ടും. അതുകൊണ്ട് തന്നെയാ ഇങ്ങനൊരു മോഹം പറഞ്ഞതും. ഇല്ല, ഇനിയൊരു തിരിച്ചുപോക്കന് ഞാനില്ല. വല്ലാത്തൊരു മോഹം ഉണ്ടായിരുന്നു ഒന്ന് കാണണമെന്ന്. പക്ഷെ ആരൊക്കെയോ പുറകോട്ട് വലിക്കുന്ന പോലെ. കുറെ കാലം കഴിഞ്ഞതല്ലേ അവിടെ. തെറ്റാർക്കും പറ്റും എന്ന് വെച്ച് കൃഷ്ണനുണ്ണിയുടെ വേളിയായിട്ട് തന്നെ എല്ലാരും കരുതിയിട്ടുള്ളൂ. ഇപ്പോഴും അമ്മയ്ക്കാണെങ്കിൽ മോളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. എനിക്കറിയാം സാവിത്രിയെ. എന്നാ ഞാൻ ഇറങ്ങ. എന്താ പറയേണ്ടത് അവരോട്? വരുന്നു പറഞ്ഞോട്ടെ. വേണ്ട, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. എന്താ നിന്റെ അഭിപ്രായം? നീ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാ, പോണം തന്നെയാണ് എന്റെ അഭിപ്രായം. അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ 100 നാക്കല്ലേ ടീച്ചർക്ക്. ഇപ്പൊ എന്തു പറ്റി?
അതൊന്നും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. ഒരിക്കൽ ഇറങ്ങി വന്നത് തിരിച്ചു പോവാനായിരുന്നില്ലേ. ഇപ്പൊ എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോ ഞാൻ എന്താ ചെയ്യാ? ഒന്ന് പോയില്ലെങ്കിൽ വലിയ വിഷമാവും ടീച്ചർക്ക്. ഒട്ടും കഴിയില്ല. വഴി തെറ്റിയിട്ട് പോലും ഈ മുറ്റത്ത് കാല് കുത്തരുതെന്ന് തീരുമാനിച്ചതാ ഞാൻ. അമ്മയൊന്ന് കാണണം. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണം. ഒരിക്കലും കറുത്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നോട്. അവരെ കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? നന്നായി, വരൂ. ഒന്നും നോക്കണ്ട തമ്പ്രാട്ടിയെ. എന്താ ചെയ്യാ, ഒക്കെ പുല്ലും ചവറും പിടിച്ച് കിടക്കുക. പണ്ടാണെങ്കിൽ നോക്കി നടത്താൻ ആളുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ആരും ഇല്ലാണ്ടായി. ഞാൻ പോവാ കുട്ടിയെ. ഞാൻ ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ എനിക്ക് വയസ്സ് 22. നന്ദി കേട്ടവള്. ഈ ഇല്ലത്തിന്റെ ശാപമാണ് നീ. വന്നു കയറി അന്ന് തുടങ്ങി നാശം.